നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പായിട്ട് പറയുന്നത്, നമ്മൾ പുതുതായിട്ട് ഷൂവോ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ കാലിന് വല്ലാത്ത വേദന ആയിരിക്കും അല്ലേ. അവിടെ ഇവിടെയൊക്കെ നമ്മൾ ടൈറ്റായിട്ടോ ഇപ്പോൾ ഇത്ര ലൂസാണെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെരുപ്പിടുന്നതിൻ്റെ മുമ്പായിട്ട് കാലിൽ മൊത്തത്തിൽ വാസലയും പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു വേദനേൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗവും കണ്ടോ ഇതുപോലൊരു ഫണൽ പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കിച്ചണിൽ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ സോപ്പിൽ തന്നെ ഇട്ട് വെക്കുമ്പോൾ അത് എപ്പോഴും നനഞ്ഞുകൊണ്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ അടിയിലേക്ക് ഊർന്നു പോയിക്കോളും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, ദോശമാവൊക്കെ അധികം പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ ചുട്ട് കഴിഞ്ഞാൽ പുളിയായതുകൊണ്ട് അധികം ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ദോശമാവ് അങ്ങോട്ട് കളയാണല്ലേ ചെയ്യുക. അപ്പോൾ അത് കളയാതെ അതുകൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. അതിലൊന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കണ്ട കേട്ടോ. ദോശമാവ് എടുത്തിട്ട് കയ്യിലും മുഖത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങൂലേ, ആ ഒരു സമയത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവും. പിന്നെ മുഖത്തുള്ള സൺ ടാനൊക്കെ മാറാൻ വളരെ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്, വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറാൻ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് നല്ല പോലെ ഒന്ന് ഇത് പുരട്ടിയിട്ട് നമുക്ക് അപ്പം തന്നെ കഴുകി കളഞ്ഞാൽ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിതപ്പോൾ തന്നെ ഒന്ന് കഴുകി തുടച്ച് കാണിച്ചു തരാം. സോഫ്റ്റ്നെസ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ദോശമാവ് വെറുതെ കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പിലേക്ക് പോണതിന് മുമ്പായിട്ട് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് പിക്കിൾസ് ചെയ്യുന്നുണ്ട്. അതായത് ഹോം മെയ്ഡ് അച്ചാറുകൾ, പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നുമില്ലാതെ ശുദ്ധമായ ആട്ടിയെടുത്ത എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് കേട്ടോ. ഇപ്പോൾ ചൂര അച്ചാറുണ്ട്, ബീഫുണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, പിന്നെ അതുപോലെ മത്തി അച്ചാറുണ്ട്, ചെമ്മീനുണ്ട്. ഇതൊക്കെയാണ് നോൺ വെജ് ഐറ്റംസ്. പിന്നെ നാരങ്ങ കാന്താരി, പച്ചമാങ്ങ ഉണക്ക ചെമ്മീൻ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, അങ്ങനെ എല്ലാ അച്ചാറുകളും ഉണ്ട്. ഈത്തപ്പഴം, പൈനാപ്പിൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ, വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ, അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കോലില്ലേ, ചപ്പാത്തി കോല്, അത് നമ്മൾ എത്ര കഴുകി വെച്ചാലും അതെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ടാണ്, വീണ്ടും കഴുകണം, അതിൽ വല്ല പല്ലിയോ പാറ്റയോ എന്തെങ്കിലും അരിച്ചിട്ടുണ്ടാവുമോ, എന്തെങ്കിലും ഉണ്ടാവുമോ നമുക്കൊരു ഡൗട്ടാണല്ലേ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കഴുകി അതിൻ്റെ നനവ് പോകാൻ വേണ്ടി വെക്കണം. എത്ര തുടച്ചാലും ആ ഒരു നനവ് അതിലുണ്ടാവും. അപ്പോൾ പൊടിയിലൊക്കെ ഒട്ടിപ്പിടിക്കും, ചപ്പാത്തി പരത്തുമ്പോൾ വൃത്തിയായിട്ട് കിട്ടൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടൊരു ബോക്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്, ചപ്പാത്തിക്കോല് സൂക്ഷിച്ച് വെക്കാൻ. നമ്മൾ കഴുകി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിത് 2 പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തിക്കോല് വെക്കാൻ പറ്റുന്ന ആ ഒരു വലുപ്പത്തിൽ 2 കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് ഇതിനുള്ളിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു കോല് വെക്കാനുള്ള പാകത്തിൽ, അത് ഇതുപോലെ ചപ്പാത്തി കോല് മാത്രമല്ല, കത്തികൾ ഉണ്ടാവില്ലേ, നീളത്തിലുള്ള കത്തികൾ, അങ്ങനെയൊക്കെ നീളത്തിലുള്ള ഉപകരണങ്ങൾ, ഇതുപോലെ ചട്ടുകം, അതൊക്കെ നമുക്ക് ഇതുപോലെ 2 ബോട്ടിൽ മുറിച്ചിട്ട് അതിനുള്ളിലായിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ 2 ബോട്ടിലും ഇങ്ങനെ ജോയിനായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ, ഉള്ളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ചപ്പാത്തിക്കോല് മാത്രമല്ല, നീളമുള്ള കത്തികളും ചട്ടുകവും മരത്തിൻ്റെ ചട്ടുകങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചെറുത്, അതൊക്കെ സ്പൂൺസൊക്കെ, അതൊക്കെ നമുക്കിതുപോലെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നാൽ ഇതിൽ വല്ല പല്ലിയോ പാറ്റയൊന്നും അരിച്ചോ എന്നുള്ള പേടിയൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ഇതുപോലൊരു ഓട്ടപാത്രം സിങ്കിൽ താഴെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പാത്രങ്ങളിലുള്ള വേസ്റ്റൊക്കെ ഇതിലേക്ക് ആക്കാം കേട്ടോ. നമ്മളിപ്പോൾ എത്ര വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടാണ് കഴുകുന്നെങ്കിലും ചെറിയ ചെറിയ
ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സിങ്കിൽ പോയി അടിഞ്ഞിട്ട് സിങ്ക് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിങ്കിൽ കൈയിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ, പാത്രം കഴുകുന്ന സിങ്കിൽ ഇങ്ങനെ കൈയിട്ട് ഇതാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലൊരു ഓട്ടപാത്രം വെക്കുകയാണെങ്കിൽ അതങ്ങോട്ട് നേരിട്ട് സിങ്കിലേക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നേരിട്ട് സിങ്കിലേക്ക് വെക്കാതെ ഇതുപോലെ ഓട്ടപാത്രം താഴെ വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വേസ്റ്റ് പോലും അതിൽ തങ്ങി നിന്നിട്ട് അത് നമുക്ക് വേസ്റ്റ് ബിന്നിലേക്ക് അങ്ങനെ എടുത്ത് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. പാത്രം കഴുകൽ ഒന്നും കൂടെ എളുപ്പമാക്കാൻ പറ്റും. പിന്നെ സിങ്കൊന്നും ബ്ലോക്ക് ആവാതിരിക്കുകയും ചെയ്യും. കണ്ടോ, ഇനി നമുക്ക് ഈ വേസ്റ്റ് അങ്ങോട്ട് വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളെപ്പോഴും പാത്രം കഴുകുന്ന സമയത്ത് നല്ല നല്ല സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ എടുത്ത് സോപ്പൊക്കെ നമ്മൾ തേക്കാറുണ്ടെങ്കിലും സോപ്പ് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് അങ്ങോട്ട് കൈ വെച്ചിട്ട് അങ്ങോട്ട് ഒലുമ്പി എടുക്കുകയാണല്ലേ ചെയ്യുക പാത്രങ്ങൾ. പക്ഷേ നമ്മൾ എപ്പോഴും സോപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു സോപ്പ് കളയാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കാരണം നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പ്ലേറ്റുകളൊക്കെ എടുക്കുന്നത്, പാകം ചെയ്യാനൊക്കെയാണല്ലോ പാത്രങ്ങൾ എടുക്കുന്നത്. അപ്പോൾ സോപ്പിൻ്റെ അംശം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫുഡിലേക്കൊക്കെ വരും. നമുക്കറിയാമല്ലോ കെമിക്കലാണ്, നല്ലതല്ല എന്ന്. അപ്പോൾ ഈ ഒരു സോപ്പ് കളഞ്ഞെടുക്കാനും നമ്മൾ സ്ക്രബ്ബർ പോലുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലൊക്കെ യൂസ് ചെയ്യാൻ എപ്പോഴും പുതിയ സോക്സ് എടുക്കണം കേട്ടോ. അതിനുള്ളിലേക്ക് ഒരു ഫോയിൽ പേപ്പർ ചുരുട്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഫോയിൽ പേപ്പറിന് പകരമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ചുരുട്ടി വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ ഈ സോപ്പ് കളയുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണല്ലോ ചെയ്യുക. കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു സ്ക്രബ്ബർ നമുക്ക് ഈ ഒരു സോപ്പ് കളയാനും എടുക്കണം. എന്നാലേ സോപ്പിൻ്റെ പദം മുഴുവനായിട്ടും പ്ലേറ്റിൽ നിന്ന് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്നവരുണ്ടാവാം, ഇല്ലാത്തവരെന്തായാലും ചെയ്യണം കേട്ടോ. കാരണം സോപ്പ് പദം അതിൽ നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് ഡേഞ്ചറാണ്. ഇനി നമ്മൾ പാത്രം എത്ര കറയുള്ള പാത്രങ്ങളും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പണ്ട് കാലം മുതലേ യൂസ് ചെയ്തിരുന്നൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് അവിടെ ഒരു വട്ടപാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരി കഴുകിയ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരി കഴുകി ഉടനെ തന്നെ ഈ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2-3 തവണയൊക്കെ നമ്മളെപ്പോഴും ഒരുപാട് തവണ അരി കഴുകി എടുക്കൂല. അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് അരി കഴുകിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ ആണ്. ഞാൻ പാത്രം കഴുകാൻ വിമ്മിൻ്റെ സോപ്പാണ് എടുക്കൽ. അപ്പോൾ അത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് പതപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. സോപ്പ് ലിക്വിഡ് ആണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വെള്ളം. അപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തിൽ സോപ്പ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രങ്ങൾ ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അരി കഴുകിയ വെള്ളം നമ്മളൊരു 5-6 തവണ കഴുകുമ്പോൾ അതന്നെ ഈ ഒരു വട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ഞാനിതാ ചെറിയ ഗ്ലാസ്സുകളും സ്പൂൺസും ഇതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള പാത്രങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയൊരു കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. അപ്പോഴേക്കും ഇതിലുള്ള കറയൊക്കെ, നമ്മൾ ഈ ചായക്കറയൊക്കെ അല്ലേ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. ചായക്കാരൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മൾ എത്ര ഉരച്ച് കഴുകിയാലാണ് ഇതുപോലെയുള്ള ചായപാത്രങ്ങളിലുള്ള കറകളൊക്കെ പോവുക. അപ്പോൾ അത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതാ പാത്രങ്ങളൊക്കെ ഒരു 5 മിനിറ്റ് ഇതിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ എടുക്കുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കാം കേട്ടോ. സാധാരണ ഈ ഒരു കറ പോകുന്നതിലും എളുപ്പത്തിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ചായക്കറയൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്കറിയാം സാധാരണ വെള്ളത്തിൽ തന്നെ കുതിർത്ത് കഴിഞ്ഞാൽ എന്ത് അഴുക്കാണെങ്കിലും പെട്ടെന്ന് പോകുമെന്ന്. പക്ഷേ ഈ ഒരു അരി കഴുകിയ വെള്ളം ഒന്നുകൂടെ എഫക്റ്റീവാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.